കേര വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റെഡിയായി വന്നു അത്. ഇത് കേര നാളത്തേക്ക് വേണ്ടി കുടംപുളിയിട്ട് വറ്റിച്ച് വെച്ചങ്ങനെ ഉണ്ടാ. അത് അരച്ച് നോക്കുള്ളൂ. അമ്മച്ചി എത്ര കിലോത്തിൻ്റെ കേരയായിരുന്നു അമ്മച്ചിത്? 2.5 കിലോത്തിൻ്റെ കേരയായിരുന്നു. കേരത്തല ഇന്ന് നോക്കാം. നമ്മുടെ കേരത്തല ഉണ്ടാ. ഞാൻ അമ്മച്ചിനെ കൂടെ പണിയെടുപ്പിക്കണമെന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ പറ്റില്ല. ജൈവാൻ പൈസ സമയം വരെ ഒന്ന് പണിയെടുക്കണം. അല്ലെങ്കിൽ അമ്മച്ചി ഇപ്പോൾ പണിയെടുത്തില്ലെങ്കിൽ അമ്മച്ചി കിടപ്പിലായി പോകും. എടുത്തിരുന്ന് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പണിയൊക്കെ എടുക്കണം, ചെറിയ ചെറിയ പണിയെടുക്കണം ഇഷ്ടം. ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം അമ്മച്ചിനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്നത്. പിന്നെ എനിക്ക് പണിയെടുത്താലേ സന്തോഷമുള്ളൂ. ഇപ്പോഴും നാണം മാറിയിട്ടില്ല. മധുരം കിള്ളണേന്ന് അമ്മച്ചിയുടെ വിചാരം. അമ്മച്ചി കല്യാണത്തിന് എങ്ങനെ മധുരം കിള്ളിയപ്പോൾ ഇങ്ങനെ കേക്ക് കഴിച്ച് ടീമി നമസ്കാരം. രാവിലെ ഒരു കാരച്ചോരി ഇട്ടിരുന്നത് കേട്ടാ. അപ്പോൾ അത് വെട്ടി നുറുക്കിയിട്ട് നമ്മൾ പല രീതിയിലുള്ള കറികൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കേര വറ്റിച്ചതാണ് കേട്ടോ. ഒന്ന് റെഡിയായി വന്നു അത്. ഇത് കേര നാളത്തേക്ക് വേണ്ടി കുടംപുളിയിട്ട് വറ്റിച്ച് വെച്ചങ്ങനെ ഉണ്ടാ. അത് അരച്ച് നോക്കുള്ളൂ. അമ്മച്ചി എത്ര കിലോത്തിൻ്റെ കേരയായിരുന്നു അമ്മച്ചിത്? 2.5 കിലോത്തിൻ്റെ കേരയായിരുന്നു. കേരത്തല ഇന്ന് നോക്കാം. നമ്മുടെ കേരത്തല ഉണ്ടാ. തലയും മുള്ളും എല്ലാം കൂടി എടുത്ത് വെച്ചങ്ങനെ. അപ്പോൾ കുടംപുളിയിട്ട് വറ്റിച്ച് വെച്ചങ്ങനെ ഉണ്ട്. ഇത് കുടംപുളിയും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുമല ചീര അതാണ്ട, അടിപൊളി ചീര, നല്ല ടേസ്റ്റുള്ള ചെമ്മീനിട്ട് വെച്ച് അങ്ങനെയാണ്. അതുപോലെ തന്നെ ചോറും ഉണ്ട്. അതുണ്ടാ. അമ്മച്ചി റെഡിയായാ? റെഡിയായി. കേരളത്തിൽ വെക്കാൻ വേണ്ടത് ബെനീഷാണ്. ഞാൻ ഉള്ളി സവാളയൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതി. 2 പച്ചമുളക്, ഒരു നീളത്തിനിത്തിരി ഇഞ്ചി, 5 വെളുത്തുള്ളി, സ്വല്പം കടുക്, സ്വല്പം ഉലുവ, ഇത്തിരി മുളക് പൊടി, കുരുമുളക് പൊടി, എല്ലാം കൂടി ഇട്ട് മുരിക്കുക. വേപ്പില അരിഞ്ഞിടണം. താളിച്ചിട്ടാ പോരെ അമ്മച്ചി? അതിൽ പറ്റിച്ചിട്ട് അങ്ങനെയല്ലേ? താളിച്ചിട്ട് മതി. എന്നാലും വേപ്പില അരിഞ്ഞിടണം. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിൽ നിന്ന് വരണ്ട് വരട്ടെ. ഇനി കാര്യം മറന്നുപോയി, ഉലുവയും കടുവും പൊട്ടിക്കാൻ മറന്നുപോയി. നമുക്ക് സവാള ഇട്ടെല്ലാം ഉലുവയൊക്കെ നടുക്കാട്ടിട്ടെ. എത്ര ഉലുവ വരണം? കുറച്ചിട്ടാ മതിയാ? കുറച്ച് ഉലുവ കൂടിപ്പോയി. ഉലുവ അതൊക്കെ പൊട്ടട്ടെ കേട്ടാ. കുറച്ച് കടുവ് ഇടാം നമുക്ക്. വേണ്ട, കടുവും കുറച്ച് പോരെ? കുറച്ച് മതി. അവിടെ കണ്ടാൽ മതി. പൊട്ടിക്കോട്ടെ. ആദ്യം 2 സാധനം ഉണ്ട്, ഇത് മറന്നുപോയി. പൊട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ശരിക്കൊന്ന് മൂത്ത് വന്നു. അപ്പോൾ നമുക്കിതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി. മഞ്ഞപ്പൊടി ഇടുന്നില്ല കേട്ടോ. മഞ്ഞപ്പൊടി നേരത്തെ ഇട്ടതാ, അത് വറ്റിച്ചപ്പോൾ ഇട്ടതാ. കുറച്ചിട്ടാൽ മതി നമുക്ക്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എണ്ണ തെളിഞ്ഞു വന്നങ്ങനെ ഉണ്ടാ. അപ്പോഴത്തേക്കും നമുക്കിത്തിരി കറിവേപ്പില, ചില ആൾക്കാർ കരിവേപ്പില എന്ന് പറയും. ശരിക്കും കറിവേപ്പില എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിത്തിരി കുറച്ച് വെള്ളം, ഇനിയൊന്ന് എണ്ണ തെളിഞ്ഞു വേണോട്ടോ. തീ അത്രയും വെക്കല്ലേ? തീ കുറക്കാം. ഒഴിച്ചോട്ടെ ഇത്. അപ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടി പോണേണ്ട അല്ലേ?
അപ്പുറത്തോട്ട് കഴുകെടുത്തോട്ടിട്ടേ. അപ്പോൾ ഇന്ന് ശരിക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ചുറ്റിക്കാലം അമ്മച്ചി. ആ ഇങ്ങനെ എടുത്തിട്ട് ഇത് എന്താ ഇത് എൻ്റെ അടിയൊന്ന് പൊക്കിക്കൊടുക്കും. ചാറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചില പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പൊക്കെ നോക്കിയതാ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടേ ഇത്തിരി തണുത്തേ നമുക്ക് കഴിക്കാം. കേരച്ചൂര തല തണുത്തിപ്പം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ തണുപ്പിക്കാൻ പറ്റുമായിരിക്കും. ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണമല്ലേ അമ്മച്ചി ഇത്? പയ്യെ എടുത്തിട്ട് നമുക്ക് വെക്കട്ടെ. ഇത്തിരി ഗ്രേവി അതിൻ്റെ പൊക്കത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിന് മുള്ള് എന്താ അമ്മച്ചി? എന്താ മുള്ളോടുകൂടി നമുക്ക് ചോറിലേക്ക് ഒഴിക്കാം. ചാറ് ഒഴിക്കാം. ഇതുണ്ട് നല്ല നമുക്ക് കേരളത്തിലെ ഇതുണ്ട. ഞാൻ പകുതി മീൻ വെട്ടിയ ഞാനാണ് കേട്ടോ അല്ലേ അമ്മച്ചി? അപ്പോൾ ഞാനിതിൻ്റെ ഈ മാംസം വെച്ചിട്ടാണ് ഇതുണ്ട തല നമ്മൾ റെഡിയാക്കണം. അപ്പോൾ ഇത് ഉപ്പുണ്ടാ പുളിയുണ്ടാന്നൊക്കെ നോക്കി പറ. നാളെ ശരിയാവുള്ളൂ. എന്നാ ഇപ്പോഴും നാണം മാറിയിട്ടില്ല. മധുരം കിള്ളണേന്ന് അമ്മച്ചിയുടെ വിചാരം. അമ്മച്ചി കല്യാണത്തിന് എങ്ങനെ മധുരം കിള്ള ഇപ്പം ഇങ്ങനെ കേക്ക് കഴിച്ച് ഞാൻ അപ്പം ഞാനും നയിച്ചോ കേട്ടാ. അമ്മച്ചിക്ക് വേണ്ട. പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ നാളത്തേക്ക് റെഡിയാവുള്ളൂ. ഇപ്പം കൂട്ടി തരുള്ളൂ. നാളത്തേക്ക് വെച്ചാൽ നീ കഴിക്കാനില്ല. പുളി സംഭവം പിടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് കറി. ഇതണ്ട പിറ്റേ ദിവസം കൂട്ടൂല്ലേ? ഈ കളറൊക്കെ കണ്ട ഇതണ്ട. നാളെ ആകുമ്പോൾ ഒന്നും കൂടി റെഡിയാവും കേട്ടോ. ശരിക്കും ഒരു ദിവസം വെച്ചിട്ട് കഴിക്കണമല്ലേ അമ്മച്ചി ഇത്? ഒരു ദിവസം വെച്ചിട്ട് കഴിക്കണം, അത് ശരിയാണ്. പക്ഷെ നീ കഴിക്കൂല. അപ്പോൾ എന്താ ആൾക്കാരോട് പറയാനുള്ള? ബനീഷാണ് എന്നെ തല തിളപ്പിച്ചത്. അമ്മച്ചിയെ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു പഠിച്ചല്ലേ? അതുപോലെ നിങ്ങളും ചെയ്തു വെക്ക്. വീട്ടിൽ പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. ഞാൻ അമ്മച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ പിന്നെ പറ്റിയല്ല. അല്ല, ദൈവാനുഭവിച്ച സമയം വരെ നമ്മൾ പണിയെടുക്കണം. അല്ലെങ്കിൽ അമ്മച്ചി ഇപ്പോൾ പണിയെടുത്തില്ലെങ്കിൽ അമ്മച്ചി കിടപ്പിലായി പോകും. എടുത്തിരുന്ന് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പണിയൊക്കെ എടുക്കുന്നത് ചെറിയ പണിയെടുക്കണം ഇഷ്ടം. ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം അമ്മച്ചിനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്നത്. പിന്നെ എനിക്ക് പണിയെടുത്താലേ സന്തോഷമുള്ളൂ. നമ്മളെ ദൈവം വ്യാപിച്ചേക്കുന്നതാണ് ഈ പണി. അപ്പം നമ്മൾ ഉള്ള കാലം വരെ അവരെ സഹായിക്കുക. അതാണ് എൻ്റെ കടമ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.